ഇഡി റെയ്ഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പ്രതികരിച്ചില്ല. മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞിരുന്നതാണ്. ചോദ്യങ്ങളെ പേടിയാണോ? തന്റെ കാര്യം ഞാൻ ഏറ്റു. എപ്പോഴാണ് പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ദയവ് ചെയ്ത് എനിക്ക്. ഇനി നടക്കപ്പോറത് യുദ്ധം. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം പോലെ തന്നെ എനിക്ക് മറുപടി പറയാനുള്ള അവകാശം കൂടി എനിക്ക് തരണം. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ എങ്ങോട്ടും ഓടിപ്പോണ ആളല്ല. 12 പ്രാവശ്യം ചോദ്യം ചോദിച്ചിട്ട് പോയില്ല. 12 പ്രാവശ്യം നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോലും പോകാൻ പറ്റില്ലായിരുന്നല്ലോ. നമ്മളെയാണല്ലോ മച്ചമ്പി. ഞാൻ അങ്ങനെ ആകണമെന്നാണ് നിങ്ങൾ പറയുന്നത്. നമ്മൾ ഈ നാണം കെടുത്തല്ലോ. കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവർ നടപടികൾ സ്വീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇതിന്റെ അകത്ത് എന്ത് റോളാണ്? ഇനി നിന്നെ കുറച്ച് നാറ്റിച്ചിട്ട് ഞാൻ അത് അടയ്ക്കുന്നുള്ളൂ. ഞങ്ങളെ അറിയിച്ചിട്ട് പോലും ഇല്ല. ആഭ്യന്തര വകുപ്പ് ചെയ്ത് ഞാൻ ആഭ്യന്തരമന്ത്രിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഗവൺമെന്റിനോ പോലീസിനോ അറിയില്ലാതിരുന്നിട്ടും അദ്ദേഹം പോലീസിനെ വിട്ട് അദ്ദേഹമാണ്. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആളുകളെ, സ്ത്രീകൾ ഉള്ള ആളുകളെ ഒരു സംഘം ക്രിമിനലുകൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു സംഘം ആക്രമിച്ച കാർ തല്ലിപ്പൊളിക്കുന്നു. സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? അതിനകത്തുള്ളവരെ മർദ്ദിക്കുന്നു. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പുറത്തിറങ്ങി വന്നിട്ട് രാഹുൽ ഗാന്ധിയാണ് കുറ്റപ്പെടുത്തിയത്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, രാഹുൽ ഗാന്ധിയാണ് റെയ്ഡിന് ആളെ വിട്ടത്. അദ്ദേഹം പ്രധാനമന്ത്രിയെയോ BJP നേതാക്കളെയോ BJP സർക്കാരിനെയോ ആരെയും കുറ്റപ്പെടുത്തിയില്ല. ഇവൻ നല്ല ചെറുക്കനാ. ഞാൻ ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ തമാശയാണിത്. ആരാണ് പ്രധാനമന്ത്രിയെങ്കിലും പ്രധാനപ്പെട്ട മന്ത്രിമാരെ പോയി കാണുന്നത് കേട്ടസി കോളാണ്. 2 പ്രാവശ്യവും മുൻ മുഖ്യമന്ത്രി അത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സമയത്ത്. അത് മാത്രം ചോദിക്കരുത് സാർ, പറയാൻ എനിക്ക് വാക്കുകളില്ല. ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയന്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ. ഇഡിയെ കൊണ്ട്. അപ്പോൾ ഉടനെ മോഡി അപ്പൊ തന്നെ ഫോൺ എടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞു, നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യും. ഇവന്റെ കോമഡി കണ്ടാ പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. സമാധാനമായല്ലോ, സന്തോഷമായല്ലോ. ഇത് മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയാണ്. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? പണ്ടേ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചൊരു പരാതിയുണ്ട്, ബലം പിടുത്തം കൂടുതലാണ്, സ്റ്റിഫാണെന്ന്. അതൊക്കെ കഴിഞ്ഞ അവർ തമാശ പറയാൻ തുടങ്ങിയല്ലോ. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന. ഇപ്പൊ ഇത്ര നേരം ഉറങ്ങുമായിരുന്നു അവിടെ ഇരുന്ന്. അളിയ നിൽക്ക, ഞാൻ അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.